18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ബി.ജെ.പി. എം.പി. ഭർതൃഹരി മെഹ്താബ് പ്രോട്ടം സ്പീക്കറാകും. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും കൂടുതൽ കാലം എം.പിയായ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്വാതി, ഏറ്റവും കൂടുതൽ കാലം എം.പിയായി ഇപ്പോൾ നിലവിലും എം.പിയായി തുടരുന്ന മാവേലിക്കരയുടെ എം.പിയായ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണല്ലേ ഈ ഒരു പ്രോട്ടം സ്പീക്കർ പദവിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്? അഞ്ജന, എന്തായാലും ഈ മാസം 26-നാണ് ലോക്സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. അപ്പോൾ ഇതിനെന്തായാലും ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് പ്രോടൈം സ്പീക്കറാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ 18ാം ലോക്സഭയിലേക്ക് അതിയുടെ ആദ്യ സമ്മേളനത്തിൽ ബി.ജെ.പിയുടെ എം.പി. ആയിട്ടുള്ള ഭർതൃഹരി മെഹ്താബാണ് പ്രോടൈം സ്പീക്കർ ആവുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ബി.ജെ.പി. എത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഇക്കാര്യം തീരുമാനമെടുത്തിട്ടുള്ളത്. അതേസമയം ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനവുമായിട്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം ഒഡീഷയിൽ നിന്നുള്ള എം.പി. ആണ് ഭർതൃഹരി. അതേസമയം 7 തവണയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എം.പി. ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ തവണ എം.പി. ആയി ഇരുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. 8 തവണ എം.പി. ആയിരിക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ഈ കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ കാലം എം.പി. ആയിരുന്ന വ്യക്തിയാണ് പ്രോടൈം സ്പീക്കറായി ചുമതല ഏൽക്കേണ്ടത്. എന്നാൽ അതിനെ ആ കീഴ്വഴക്കത്തെ ലംഘിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന വിമർശനമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. പല ആരോപണങ്ങൾ, പല വിഷയങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 7 തവണയാണ് ഈ ഭർതൃഹരി എം.പി. ആയി വന്നിട്ടുള്ളത്. കൊടിക്കുന്നിൽ 8 തവണ വന്ന ഘട്ടത്തിൽ എന്ത് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പാർലമെന്റ് 24-ാം തീയതി ചേരാനിരിക്കുന്നു. 26-നായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കുള്ളിൽ തന്നെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം സഖ്യകക്ഷികൾക്ക് ഈ സ്പീക്കർ പദവി നൽകണമെന്ന ആവശ്യം അവർ പലതവണ ഉന്നയിച്ചതാണ്. ടി.ഡി.പിയും ജെ.ഡി.യും അടക്കമുള്ള സഖ്യകക്ഷികൾ ഈ സ്പീക്കർ സ്ഥാനത്തിനു വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആവശ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ്. അതിനിടെയാണ് ഇത്തരത്തിലൊരു നീക്കം ബി.ജെ.പി. തന്നെ എടുത്തിട്ടുള്ളത്. ഇതിനെതിരെ കടുത്ത വിമർശനമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ജയറാം രമേശ് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നടപ്പിലുണ്ടായിരുന്ന, അതായത് ഈ സ്പീക്കർ പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ഏറ്റവും കൂടുതൽ കാലം എം.പി. ആയിരിക്കുന്ന ആൾ എന്നിരിക്കെ എന്ത് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ബി.ജെ.പി. സ്വതന്ത്രമായൊരു സ്വന്തം കാര്യം മാത്രം നോക്കിയുള്ള ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ള ആരോപണമാണ് ജയറാം രമേശ് ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം കെ.സി. വേണുഗോപാലും ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്ത് അയോഗ്യതയാണ് കൊടിക്കുന്നിൽ സുരേഷിൽ ബി.ജെ.പി. കണ്ടത് എന്ന വിമർശനമാണ് കെ.സി. വേണുഗോപാൽ ഉന്നയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വിവിധ കോണുകളിൽ നിന്നും ഈ വിഷയം സംബന്ധിച്ച് കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. സ്വന്തമായി എടുത്ത തീരുമാനം, പ്രത്യേകിച്ചും ഈ സർക്കാർ എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കല്ലുകടികൾ ഉണ്ടാകുന്നു എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന മറ്റൊരു ആരോപണം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവഗണന കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ച് ഈ ലോക്സഭാ സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി. വന്നത് എന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. അഞ്ജന. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിക്കൊണ്ട് ഏകദേശം 8 തവണ അദ്ദേഹം എം.പി. ആയ ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഭർതൃഹരി മെഹ്താബിനെ ബി.ജെ.പി. പ്രോടേം സ്പീക്കറായി പരിഗണിച്ചിട്ടുള്ളത്. 1989 മുതൽ 98 വരെയും അതോടൊപ്പം തന്നെ 2009 മുതൽ അദ്ദേഹം തുടർച്ചയായി എം.പി. ആയി മാവേലിക്കരയിൽ നിന്ന് എം.പി. ആയി 8 തവണ എം.പി. ആയി നിലനിൽക്കുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ബി.ജെ.പി. ഒരു പാർലമെന്റിൽ ഒരു സ്പീക്കറെ, പ്രോടേം സ്പീക്കറെ തീരുമാനിക്കുമ്പോൾ അത് വലിയ പ്രതിഷേധത്തിന് തന്നെ വേദിയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ തന്നെ ജയറാം രമേശും ഒക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്.